2 ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിൽ അതിരാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി 8 മണിക്കൂറോളം റെയ്ഡ് നടത്തിയത്. അതിൽ നിർണായകമായ തെളിവുകൾ, അതായത് വീണയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നിർണായകമായ തെളിവുകൾ ഇ ഡി ശേഖരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഒരു ബാങ്ക് അക്കൗണ്ട് വരെ ഇ ഡി ഫ്രീസ് ചെയ്ത് അതായത് മരവിപ്പിച്ച് വെച്ചത്. നിലവിൽ അതിനുശേഷം ആ റെയ്ഡെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന രീതിയിൽ, അവരെ കൊല്ലാൻ വരെ ശ്രമിക്കുന്ന രീതിയിൽ CPM-ലെ പ്രവർത്തകർ പെരുമാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ റിപ്പോർട്ടുകളെല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും സൂക്ഷ്മമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ CBI അന്വേഷണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കാം. അതുകൊണ്ട് തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശക്തമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ മകളാണെന്നോ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണെന്നോ എന്നുള്ള ഒരു പരിഗണനയും, ഒരു ധാർമ്മിക പരിഗണനയും വീണയ്ക്ക് നൽകണ്ട എന്നുള്ളൊരു നീക്കമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ ഒരു വീണയ്ക്ക് നേരെ കൃത്യമായ തെളിവുകളുണ്ട്. ഒരു പ്രതിയോട് എങ്ങനെ പെരുമാറുന്നു ആ രീതിയിലേക്കുള്ള നീക്കങ്ങൾ നടത്തിയാൽ മതി. കേസിൽ ഒരു തരത്തിലുമുള്ള മാനുഷിക പരിഗണന നൽകണ്ട. കാരണം എല്ലാ മാനുഷിക പരിഗണനയും ഇത്രയും കാലം നൽകി അതിൻ്റെയൊക്കെ ഭവിഷ്യത്താണ് ഇ ഡി ഉദ്യോഗസ്ഥർ അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഇ ഡി ഉദ്യോഗസ്ഥർ ആ കേസ് ഫോളോ അപ്പ് ചെയ്യും, ആ രീതിയിലുള്ള നീക്കങ്ങൾ മതി എന്നാണ് ഇപ്പോൾ കൊച്ചി സോണൽ ഓഫീസിലെ ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ, അവർ നടത്തിയ ഒരു മീറ്റിംഗിൽ, ഒരു ചർച്ചയിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനം. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് നിർണായകമായ ഒരു നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വീണ വിജയൻ ഇനിയിപ്പോൾ ബാങ്ക് ലോക്കർ പരിശോധിക്കലിൽ നിന്ന് തല തിരിച്ചാൽ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇ ഡി നേരെ കോടതിയിലേക്ക് ഒരു നോട്ടീസ് അയക്കും. അതായത് ഹർജി ഫയൽ ചെയ്യും. അതായത് വീണ വിജയൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വീണയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു നീക്കത്തിലേക്ക്, കടുത്ത നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം, പിണറായിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാവും. എന്നാലും അറസ്റ്റ് എന്തായാലും തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നായാലും ഏത് ദിവസമായാലും ഒരു അറസ്റ്റ് ഉണ്ടാവും. പക്ഷേ അറസ്റ്റിന് വേണ്ടിയുള്ള വഴി വീണ വിജയൻ തന്നെ നേരത്തെ ഒരുക്കി നൽകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉടലെടുക്കുന്നത്. ഇ ഡി മരവിപ്പിച്ച സ്വകാര്യ ബാങ്കിലെ ബാങ്ക് അക്കൗണ്ടിന്റെ ഭാഗമായുള്ള ലോക്കറാണ് ഇ ഡി ഇപ്പോൾ തുറന്ന് പരിശോധനയ്ക്കായി ഒരുങ്ങുന്നത്. വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ തുടർ നടപടിയുടെ ഭാഗമായി അവരുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയേക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്വീകരിക്കുന്ന നടപടിയാണിത്. വീണയുടെ ബാങ്ക് അക്കൗണ്ട്, സ്ഥിര നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളുമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ശേഖരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നതിനും വൈകാതെ വീണയ്ക്ക് സമൻസ് നൽകുമെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക. വീണയുടെയും എസ്ലാലോജിക്കൽ കമ്പനിയുടെയും ഏറ്റവും വലിയ വരുമാന സ്രോതസ് CMRL കമ്പനിയായിരുന്നുവെന്നാണ് SFIO റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ചില സംശയങ്ങളുമുണ്ട്. കാരണം 10 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. പിണറായി വിജയനാണ് IT വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ, അതായത് ജനങ്ങളുടെ നികുതി പണമൊക്കെ വലിയ രീതിയിൽ വീണയുടെ കർണാടകയിലുള്ള എസ്ലാലോജിക്കൽ കമ്പനിയിലേക്ക് വക മാറ്റിയിട്ടുണ്ടോ എന്നൊരു അന്വേഷണവും ഇതിലൂടെ നടക്കുന്നുണ്ട്. കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണയ്ക്ക് മാത്രം 2016 മുതൽ 17 വരെ, 2020 മുതൽ 21 വരെ CMRL നൽകിയത് 2.7 കോടിയാണ്. എസ്ലാലോജിക്കലിന് 2017 മുതൽ 18 വരെയും 2018 മുതൽ 19 എന്നീ സാമ്പത്തിക വർഷത്തിലായി 71 ലക്ഷവും നൽകി. വീണയും എസ്ലാലോജിക്കലുമായുള്ള കരാറുകൾ CMRL-ന്റെ ബോർഡ് ഓഫ് ഡയറക്ടറേറ്റ് അറിഞ്ഞിട്ടില്ല. വീണയും CMRL-ലുമായി 2017 മാർച്ച് മുതൽ 2020 ജൂൺ വരെ 93 ഇമെയിലുകൾ അയച്ചതിന്റെ ഉള്ളടക്കം പണമിടപാട് സംബന്ധിച്ച ഇൻവോയ്സ് മാത്രമായിരുന്നു. കമ്പനിക്ക് നൽകുന്ന സേവനത്തെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. CMRL ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്നത് 2019 ജനുവരിയോടെയാണ്. കൂടാതെ 2019 ജനുവരിയോടെ എസ്ലാലോജിക്കലിന്റെ ഇൻവോയ്സുകൾ ഫയലിൽ രേഖപ്പെടുത്തുന്നത് CMRL അവസാനിപ്പിച്ചു. എന്നാൽ IT കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണയ്ക്ക് 2020 ഏപ്രിൽ വരെ ഇൻവോയ്സ് അനുസരിച്ച് പണം നൽകി. പ്രധാന വരുമാനം നിലച്ചതിനാലാകാം 2021-22 ആയപ്പോഴേക്കും എസ്ലാലോജിക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ കോടതിയെ അറിയിക്കുമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ്. അതിനിടെ CMRL എസ്ലാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് വീണയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കാൻ ഇ ഡിയുടെ ഒരു നിർണായക തീരുമാനത്തിൽ CMRL-ഉം അതോടൊപ്പം തന്നെ വീണയും വരും ദിവസങ്ങളിൽ കോടതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. HDFC ബാങ്കിലെ ലോക്കറാണ് ഇ ഡി തുറന്ന് പരിശോധിക്കാൻ പോകുന്നത്.
ഇല്ലാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണമെന്നായിരുന്നു CMRL അധികൃതർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. SFIയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്കെതിരെ അന്വേഷണം നടത്താനാകില്ല എന്നടക്കം സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ വെച്ച അതേ വാദങ്ങളായിരിക്കും ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വയ്ക്കാൻ പോകുന്നത്. തങ്ങളുടെ വാദം കേൾക്കുന്നതുവരെ നിലവിലെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് അപ്പീലിന്റെ ആവശ്യം ആ അപ്പീലിൽ അവർ CMRL ഉന്നയിക്കും. കൂടാതെ തന്നെ SFIO നടത്തിയ അന്വേഷണത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിൽ അടക്കം ഇതിൽ വ്യാപകമായ ഒരു തിരിമറികൾ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതും EDക്ക് തുടരന്വേഷണത്തിന് ഏറ്റവും വലിയൊരു പിടിവള്ളിയായി മാറും. കൂടാതെ തിങ്കളാഴ്ച സീൽ ചെയ്ത കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നതോടുകൂടിയും വലിയ തരത്തിലുള്ള നിർണായകമായ തെളിവുകൾ വഴുതക്കാട് പിണറായിയുടെ വസതിയിൽ നിന്നും ED കണ്ടെത്തി എന്നതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം.